15 മുതൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാണല്ലോ. അതെ, 15 മുതൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാണ്. അപ്പൊ പിന്നെ സൗജന്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് പിന്നെ ഒന്നും വിട്ടുകളയാൻ പാടില്ല. ഇപ്പൊ എവിടെയൊക്കെ ടിക്കറ്റ് അല്ല, നിങ്ങളിപ്പോ എങ്ങോട്ടാ പോകാൻ ഉദ്ദേശിക്കുന്നത്? എവിടെ കണ്ടു? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നത്? ഞങ്ങൾ എവിടെ വേണമെങ്കിലും പോകും. നിങ്ങൾ അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താ? കുന്നമംഗലത്തേക്ക്. കുന്നമംഗലത്തിന്റെ ഒരു കുഞ്ഞമ്മയുടെ വീടുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ചെയ്യരുത്, ഒരിക്കലും എടുക്കരുത്, ടിക്കറ്റ് എടുക്കരുത്. സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ലല്ലോ. അധികാരത്തിൽ വന്നോ ഇല്ലെന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങളുടെ അടുത്ത് 15-ാം തീയതി പറഞ്ഞു. ഞങ്ങളപ്പോ പിന്നെ എന്നാ സർക്കാർ പറഞ്ഞിട്ട് 15-ാം തീയതി ദിവസം മുതലാണ് പ്രാബല്യത്തിൽ വരിക പറഞ്ഞിട്ട്. 15 ഡേറ്റ് പറഞ്ഞല്ലേ, 15 മുതൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞതാ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുള്ളത്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ചായയും കുടിച്ച് നേരെ ഇങ്ങോട്ട് പോരും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കറങ്ങും. അതൊക്കെ ചോദിക്കാൻ താനാറുണ്ടോ? ഒരു കോലം കൊണ്ടുവരണോ? അധികാരത്തിൽ കയറണത് ഞങ്ങൾ നോക്കണ്ട. 4-ാം തീയതി അത് കഴിഞ്ഞിട്ട് അവിടെ അധികാരത്തിൽ കയറണം ഞങ്ങൾ നോക്കണ്ട. 15-ാം തീയതി ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ അവകാശം ചോദിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇതൊക്കെ എങ്ങനെ ആര് പറഞ്ഞ് ഒപ്പിച്ച് കൊണ്ടുവരുന്നുള്ളതാണ്. ഇവരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇവരുടെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. എന്തെങ്കിലും ഫ്രീ എവിടെയെങ്കിലും കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വിളിച്ച് പറയണം. ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ബിവറേജസിനൊക്കെ എന്തെങ്കിലും ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. എന്താണല്ലോ, ഒരു മന്ത്രിസഭ രൂപീകരിച്ചിട്ട് പോലും ഇല്ല കൃത്യമായിട്ട്. മുഖ്യമന്ത്രിനെ തീരുമാനിച്ചെന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം തലഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? നേതാക്കന്മാർ പറഞ്ഞ് ഇളക്കി വിട്ടിട്ട് നമ്മളിപ്പോൾ ഇവരെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലാണ്ട് ഇവർക്ക് വല്ലതറിയാം, പാവങ്ങളാണ് സത്യത്തിൽ. ആദ്യം അവരൊന്നും മന്ത്രിസഭ രൂപീകരിച്ച് ഏതെല്ലാം വകുപ്പുകൾ ആർക്കൊക്കെ ഒന്ന് തീരുമാനിച്ച് അതിൻ്റെ ഒരു കോർഡിനേഷനും സംഭവങ്ങളും ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ച് അതൊന്ന് പ്രാവർത്തികമാക്കാൻ ഒരു 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 ഇത്തിരി സമയം കൊടുത്തൂടെ? പിന്നെ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ വേറെ കുളിച്ചിറങ്ങി കയറി വന്ന് ഏതെങ്കിലും ബസ്സിൽ കയറി എവിടെയെങ്കിലുമൊക്കെ പോകാന്നുള്ളത് അങ്ങനെയല്ല. ഇപ്പം നമ്മൾ സ്കൂളിൽ ഞാൻ വേറെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ സ്കൂൾ സ്റ്റുഡൻസിന് കൺസെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എപ്പോൾ നോക്കിയാലും കൺസെഷൻ അങ്ങനെ എവിടൊക്കെ വേണമെങ്കിലും പോകാമെന്നൊന്നുമില്ലല്ലോ. ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ടാകും. അല്ലാണ്ട് വെറുതെ അങ്ങനെ ഓടിക്കറി തോന്നുന്ന സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ നാട് എന്നുള്ളൊരു ചിന്ത നമുക്കും വേണമല്ലോ. അതായത് നമുക്കൊരു പ്രിവിലേജ് കിട്ടുമ്പോൾ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലാണ്ട് അതെങ്ങനെയെങ്കിലും നശിപ്പിച്ച് കൈ കൊടുക്കുക എന്നുള്ളതല്ലല്ലോ ചെയ്യേണ്ടത്. ഇത് നമ്മളെല്ലാവർക്കും ചിന്തിച്ചറിയാവുന്ന കാര്യമാണ്. എത്ര നാൾ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ എത്ര നാൾ അത് മുന്നോട്ട് പോകുന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ മാക്സിമം മുന്നോട്ട് പോകുന്ന രീതിയിലല്ലേ നമ്മൾ സഹകരിച്ച് പോകേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമാണ് ഇങ്ങനെ സൗജന്യം എന്ന് പറഞ്ഞാലും സ്ത്രീകൾ ആയാലും അവർ ജോലിയെടുത്ത പൈസ അവരുടെ പോക്കറ്റിലിരിക്കും. ഇപ്പോൾ ജോലിയില്ലാത്ത സ്ത്രീകൾക്കാണെങ്കിൽ വീട്ടിലുള്ള പുരുഷന്മാർ ജോലി ചെയ്ത പൈസ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും അവരുടെ പോക്കറ്റിലിരിക്കും. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ഇതിൻ്റെ ഗുണം, പുരുഷന്മാർക്കും നമ്മുടെ വീടിനും എല്ലാം ഗുണമുണ്ടല്ലോ. അപ്പോൾ നല്ല രീതിയിൽ അത് നമ്മൾ യൂസ് ചെയ്താലല്ലേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഇവർ ഒന്ന് നടപ്പിലാക്കട്ടെ. 15-ാം തീയതി എന്ന് പറഞ്ഞത് നമ്മൾ 15-ാം തീയതി തന്നെ ചെയ്തില്ലെങ്കിൽ നമ്മൾ കയ്യേറ്റം ചെയ്യുമെന്ന് പറഞ്ഞ രീതിയിലൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു അവസ്ഥയും